ഉണ്ണി നമുക്കൊരു പാരയാകുന്ന ലക്ഷണമാണ്. പ്രിയപ്പെട്ട യൂട്യൂബ് നിവാസികളെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്ന പടമാണ് കണ്ണപ്പ എ ടെയിൽ ഓഫ് ആൻ അപരാധക്കുട്ടൻ. ബ്രോ, കണ്ണപ്പ മൂവി ഫക്കിംഗ് മൂവി ബ്രോ, ഫക്കിംഗ് മൂവി. എടാ, ആന്ധ്രയിൽ നിന്ന് തെലുങ്കാനയിൽ നിന്ന് ഒരു പടം ഇറക്കി മനുഷ്യനെ കൊല്ലാൻ നോക്കണോടാ പൊണ്ണകളെ. മലയാളികളെ കൊല്ലാൻ നോക്കണോടാ പട്ടികളെ, കൊല്ലാൻ നോക്കണോടാ പട്ടികളെ. തുടരും இந்த മലയാളത്തിൽ എവിടെ കണക്ട് பண்ணிருக்கோ അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? അതോടെ വരുമ്പോ ജാസ്തി എനിക്ക് വേണം. മോഹൻ ബാബു അണ്ണ മോനൊച്ച പടം എടുത്ത് വീട് പോയി നേടാ പോയത്. മോഹൻ ബാബു അണ്ണന്റെ മോന്റെ കൂടെ വന്ന നെപ്പോ കിഡ്സ് എല്ലാവരും രക്ഷപ്പെട്ടു, പക്ഷെ സ്വന്തം മോൻ മാത്രം രക്ഷപ്പെട്ടില്ല. ഈ വിഷമത്തിൽ മറ്റുള്ള ഇൻഡസ്ട്രിയിലെ സൂപ്പർ സ്റ്റാർസിനെയൊക്കെ ഭീഷണിപ്പെടുത്തി മോഹൻ ബാബു അണ്ണൻ അഭിനയിപ്പിച്ച പടമാണ് കണ്ണപ്പ. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. മൈത്രേനെ പോലെ ഏത്തിസ്റ്റ് ആർന്ന തിന്നൻ എങ്ങനെ രാഹുൽ ഈശ്വറിനെ പോലെ ഒരു ഭക്തനായി മാറി എന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ശിവനോടുള്ള ഭക്തി കാരണം സ്വന്തം കണ്ണ് പിഴുത്ത് ശിവന് കൊടുത്ത് തിന്നൻ എങ്ങനെ കണ്ണപ്പയായി എന്നതാണ് സിനിമയുടെ കഥ. പക്ഷെ ഈ സിനിമ ഇങ്ങനെ പറയുവാണെങ്കിൽ 20 മിനിറ്റ് തീരും. അതുകൊണ്ട് നമ്മുടെ ഡയറക്ടർ കുറച്ച് മസാലയൊക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ബാഹുബലി, കുറച്ച് മഗധീര, പിന്നെ കുറച്ച് പ്യൂർ ടാബോ. എല്ലാം കോർത്തിണക്കി വിഷ്ണു മഞ്ജു അണ്ണൻ പണിയ ഒരു കാട്ടപരാധമാണ് ഐ ഫാദർ ടെയിൽ ഓഫ് എ അപരാധക്കുട്ടൻ. കണ്ണാപ്പി ഒരു നിരീശ്വരവാദി ആയതുകൊണ്ട് തന്നെ ട്രൈബിൽ ആർക്കും തന്നെ പുള്ളിനെ ഇഷ്ടമല്ല. മഞ്ജുണ്ണന്റെ ട്രൈബിലെ ലേഡി നിത്യാനന്ദയാണ് ഈ തള്ള. മഴ പെയ്ത തള്ള പറയും നരബലി വേണം, മഴ പെയ്തില്ലെങ്കിൽ തള്ള പറയും നരബലി വേണം. ഇനി കാട്ടിലാർക്കെങ്കിലും മൂത്ര തടസ്സം ഉണ്ടായാൽ പോലും തള്ള പറയും നരബലി വേണം. മറ്റൊരു ട്രൈബിലെ റാണിയുടെ മകളാണ് നമ്മുടെ മുകുതേട്ടന്റെ മകളായ പ്രീതി. പേര് നിമിലി. തള്ളയുടെ പേര് ഇതിനെയും കാട്ടി കോമഡിയാ, പന്നക. ഈ മുതുക്ക് കണ്ണാപ്പിക്ക് ഇവളെ കണ്ടോടൻ തന്നെ ക്രഷ് അടിക്കും. എൻ്റെ പുതിയ ക്രഷ് നബിലിയാണോ? നബിലിയെ കണ്ടോടനെ എനിക്ക് ഇഷ്ടമായി. എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? നബിലി ഹോട്ടാണോ? നബിലി കാണാൻ നല്ല ഭംഗിയാണോ? നബിലി നല്ല ബോൾട്ടാണോ? അവരുടെ മദർ ട്രൈബൽ ചീഫാണോ? എൻ്റെ ഡാഡിയും ട്രൈബൽ ചീഫാണോ? അപ്പോൾ രണ്ടുപേർക്കും ഒത്തുപോകും. കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? നബിലിക്ക് ഇഷ്ടമാണെങ്കിൽ ഫേസ്ബുക്കിലേക്ക് മെസ്സേജ് അയക്കാം. ഇവളെ കണ്ട് ക്രഷ് അടിച്ച് നമ്മുടെ കണ്ണാപ്പി അമ്പയ്യാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞ് ഇവളുടെ പുറകെ കൂടും. ഈ നാറിക്ക് തന്നെ കറക്റ്റായിട്ട് അമ്പയ്യാൻ അറിയത്തില്ല, എന്നിട്ടാണ് ഇവൻ പഠിപ്പിക്കാൻ നടക്കുന്നത്. തന്തയുടെ പ്രായമുള്ള നീ മോളുടെ പ്രായമുള്ള പെൺകുട്ടിയെടുത്ത് ഇങ്ങനെയാണോ പെരുമാറുന്നത്? നിങ്ങളവന്റെ കഥകൾ കേൾക്കണം. അഴുക്കച്ചർക്കൻ തന്തയേക്കാൾ മോശം. നമ്മുടെ മഹാഭാരതം സീരിയലിൽ ദുരാഗ്രഹിയായ ദുര്യോധനായിട്ട് അഭിനയിച്ച പുള്ളി വായുലിംഗം എടുക്കാനായിട്ട് വന്നത്. അവന്റെ പേര് കാലമുഖൻ. ഇവനൊരു അനിയനുണ്ട്, ഒരു ഞരമ്പൻ. കാലമുഖൻ വായുലിംഗം എടുക്കാനായിട്ട് ഈ ഞരമ്പനെ പറയണം. പക്ഷെ ഇവൻ അവിടെ ചെന്നിട്ടുള്ള പൊണ്ണുങ്ങളൊക്കെ കയറി പിടിക്കും. എന്നിട്ട് തിന്നം വന്ന് ഇവനെ പടമാക്കും. ചാവണേന് മുന്നേ ഇവന്റെ ചേട്ടന് ഇവനും കുറച്ച് ബിൽഡപ്പ് ഒക്കെ കൊടുക്കും. നമ്മുടെ കങ്കു എടുത്ത ജ്ഞാനവേൽ രാജേനെ പോലെ. എന്നെ കൊന്ന നിന്നെ ഒന്നും എൻ്റെ അണ്ണ വെറുതെ വിടൂലടായ, എല്ലാത്തിനെയും കൊല്ലും. എന്നിട്ട് ഞങ്ങൾ വായിലിംഗം എടുത്തിട്ട് പോകും. വായിലിംഗം എടുത്തതിന് ശേഷം ഇവിടെ എല്ലാവർക്കും സക്സസ് പാർട്ടി ഉണ്ടാവേണ്ടതാണ്. ഇന്ന് കൊണ്ടുവന്ന പാസ് ആരും കളയരുത്. വായിലിംഗം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോട്ടാന് തന്നെ സക്സസ് പാർട്ടി ഉണ്ടാവും. പിന്നെ എന്ത് സംഭവിച്ചെന്നല്ലേ? പിന്നെ ഒന്നും സംഭവിച്ചില്ല. കങ്കുവയ്ക്ക് സംഭവിച്ചത് എന്താണോ അത് തന്നെ സംഭവിച്ച് വന്ന് രണ്ടാമത്തെ സീനിൽ തന്നെ ഇവൻ പടവും. കണ്ണപ്പ കഴിഞ്ഞ ജന്മത്തിൽ അർജുനായിരുന്നു. അർജുനെ പരീക്ഷിക്കാനായിട്ട് വരുന്ന കിരാതനായിട്ടാണ് ലാലേട്ടൻ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ആരുടെ ഇതിൻ്റെയൊക്കെ കോസ്റ്റ്യൂം ഡിസൈനർ ആ മനുഷ്യന് ശമ്പളവും കൊടുത്തില്ല. ഈ മാതിരി കോമാളി വേഷവും കേട്ടിച്ച് മനുഷ്യൻ നാണം കെടുത്താനായിട്ട് എന്തിനാണ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അടുത്തത് നമ്മുടെ റെബൽ സ്റ്റാർ പ്രഭാസിന്റെ വരവാണ്. കൂട്ടുകാരനെ പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ കാട്ടവരാരത്തിൽ തലവെച്ച് കൊടുക്കേണ്ട അവസ്ഥയുണ്ടായി പുള്ളിക്ക്. അക്ഷയ് കുമാറാണ് ഇതിൻ്റെ അത് ശിവനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ പുള്ളി 5 വർഷമായിട്ട് ബോളിവുഡിൽ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പുള്ളിക്ക് വലിയ വിഷയമില്ല. അങ്ങനെ പ്രഭാസം ഒന്ന് 4 ഉപദേശം ഉപദേശിച്ചിട്ട് പുള്ളിനെ ഭക്തനാക്കിയിട്ട് പോകും. അങ്ങനെ ഈ ഭക്തി മൂന്നിട്ട് പിന്നെ കണ്ണപ്പന് പിന്നെ ഭ്രാന്താവും. അങ്ങനെ ഭക്തി തലക്കി പിടിച്ച നമ്മുടെ തിന്നൻ ശിവന്റെ കണ്ണീന് ചോര വരുന്ന പറഞ്ഞ സ്വന്തം കണ്ണ് വീഴ്ത്തെടുത്ത് ശിവലിംഗത്തിൽ വെച്ചു കൊടുക്കും. ഇത് കണ്ട് സംപ്രീതനായ നമ്മുടെ ശിവൻ അവന് കണ്ണപ്പൻ എന്ന് പേരും കൊടുക്കും. എന്നിട്ട് തന്നിലേക്ക് തന്നെ ലയിക്കും. പടം കഴിഞ്ഞ്. എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. അത്യുഗ്രൻ സാർ, സൂപ്പർ സാർ, സൂപ്പർ സാർ. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. പക്ഷെ പടം പൊട്ടും. മുരുക.